നമുക്ക് ശ്രീജിത്ത് ശ്രീകുമാറിലേക്ക് കൂടെ പോകാം. ശ്രീജിത്തെ, ഈ തലപ്പൊക്കമുള്ള തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന്റെ വരവിനായി ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ചെമ്പൂക്കാവ് ഭഗവതിയുടെ തിടമ്പേറ്റി രാമൻ ഇങ്ങനെ വരുന്നത് രാമൻ ഫാൻസ് കാത്തിരിക്കുന്നു. മറുവശത്ത് കണിമംഗലം ശാസ്താവ് തട്ടകത്ത് നിന്ന് എഴുന്നള്ളിയിരിക്കുന്നു. ശ്രീജിത്ത് നിൽക്കുന്നിടത്ത് നിന്ന് നൽകാനുള്ള വിവരം എന്താണ്? ആവേശം എത്രത്തോളമുണ്ട്? ക്രിസ്റ്റീന, കണിമംഗലം ശാസ്താവ് സ്വരാജ് റൗണ്ടിലേക്ക്, അതായത് ശക്തന്റെ തട്ടകത്തിലേക്ക് എഴുന്നള്ളുന്ന കാഴ്ചയാണ്. ഇല്യാനിക്കൽ കുട്ടിശങ്കരൻ എന്ന ആ ഒരു ഗജവീരന്റെ മസ്തകത്തിലേറി ആ ഒരു തിടമ്പേറ്റി ആ ഗജവീരൻ സ്വരാജ് റൗണ്ടിലേക്ക് എഴുന്നള്ളുകയാണ്. ആ പന്തലിന് അടുത്ത് ചെന്ന് കുറച്ചു നേരം മേളമുണ്ടാകും. അതിനുശേഷം ഈ പറയുന്ന ശ്രീമൂലസ്ഥാനത്ത് കൂടി കയറും. വിപിൻ സി വിജയൻ നിൽക്കുന്ന ആ മേഖലയിലേക്ക് എത്താൻ ഇനി നിമിഷങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. എന്തായാലും പൊലിമ ഒട്ടും കുറയാതെ തന്നെ തൃശ്ശൂർ പൂരം നടക്കുകയാണ്. അതിൻ്റെ ആചാരപരമായ ചടങ്ങുകൾക്ക് യാതൊരു തരത്തിലുള്ള മാറ്റവും സംഭവിച്ചിട്ടില്ല. കാരണം തൃശ്ശൂരുകാരുടെ ഒരു പൊതുവികാരമാണ് പൂരം എന്നത്. അതവർ അത്ര കണ്ട് മനസ്സിൽ, കഴിഞ്ഞ തവണ ഉപചാരം ചൊല്ലി ആനകൾ ഉപചാരം ചൊല്ലി പിരിയുമ്പോൾ തന്നെ സ്വാഭാവികമായി അടുത്ത വർഷത്തേക്കുള്ള ഒരുക്കങ്ങൾ ആരംഭിക്കും. തിരുവമ്പാടി പാറമേക്കാവ് ഭഗവതിമാർ ഉപചാരം ചൊല്ലി പിരിയുന്നതോടുകൂടി ഇത്തവണത്തെ പൂരവും അവസാനിക്കും. അപ്പോൾ തന്നെ അടുത്ത വർഷം എന്താണ് ഈ പൂരത്തിന് നമ്മൾ കരുതി വച്ചിരിക്കുന്നത് എന്നത് അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളായിരിക്കും തൃശ്ശൂരുകാർ തുടങ്ങുക. സ്വാഭാവികമാണ്. ഇപ്രാവശ്യം മുണ്ടത്തിക്കോട് വെടിക്കെട്ടുപുര ദുരന്തമുണ്ടായി, കുറേ പേർക്ക് ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ടായി. ആ ഒരു പശ്ചാത്തലത്തിൽ ഗുണമാറ്റം വെട്ടിക്കുറച്ചെങ്കിലും വെടിക്കെട്ട് ഒഴിവാക്കിയെങ്കിലും പൂരത്തിന്റെ മറ്റു ചടങ്ങുകൾ, ഇവിടെ മേളമുണ്ട്, ഇലഞ്ഞിത്ര മേളമുണ്ട്, മടത്തിൽ വരവ്, പഞ്ചവാദ്യമുണ്ട് തിരുവമ്പാടിക്കാരുടെ. അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഈ ഒരു പൂരം അതിൻ്റെ പൊലിമയോടുകൂടി തന്നെ ആ പൊലിമ പ്രൗഢി ഒട്ടും കുറയാതെ നടത്താൻ തന്നെയുള്ള തീരുമാനത്തിലേക്കാണ് പോയിട്ടുള്ളത്. എന്തായാലും ഇതാ ഇല്യാനിക്കൽ കുട്ടിശങ്കരൻ്റെ ആ ഒരു തിടമ്പ് ഏറ്റി സ്വരാജ് റൗണ്ടിലേക്ക് കടന്നു വരികയാണ്. പൂരത്തിന്റെ മാറ്റ് ഒട്ടും കുറച്ചാണ്. പൂരം നന്നായിട്ട് തന്നെ കൊണ്ടുപോകുന്നില്ലേ? പൂരം നന്നായി തന്നെ പോകുന്നുണ്ട്. ഗംഭീരമായിട്ട് പോകുന്നുണ്ട്. ഇത്തവണ നമുക്ക് ഒരു വിഷമം നമ്മുടെ മനസ്സിലൊക്കെ ഉണ്ട്, എങ്കിലും അത് അതൊരു ചടങ്ങായിട്ട് ആ വിഷമം ഉണ്ടെങ്കിലും ശരി, ഇത് അതിഗംഭീരമായിട്ട് പോകുന്നുണ്ട്. നല്ലൊരു വൈബ് തന്നെയാണ്. കഴിഞ്ഞ 2-3 ദിവസമായി. എത്ര വർഷമായി ചേട്ടൻ ഇവിടെ? ഇങ്ങനെയല്ല, ഞാൻ ഇത് സെക്കൻഡ് ടൈമാണ്. ഞാൻ ഇവിടെ അല്ല, കോഴിക്കോട്ടുകാരനാണ്. ഇവിടെയാണ് വർക്ക് ചെയ്യുന്നത്. വന്നപ്പോൾ കണ്ടതാണ്. ഉറപ്പായും. എങ്ങനെയുണ്ട് തൃശ്ശൂർ ഇവിടെ വർക്ക് ചെയ്യുന്നത്? അതെ, ഇവിടെ ബാങ്കിലാണ് വർക്ക്. എങ്ങനെയുണ്ട് ഇപ്പോൾ തൃശ്ശൂർ എത്തിയിട്ടുള്ള? പ്രത്യേക വൈബ് തന്നെയാണ്. കാരണം ഇന്നലെ ഫുൾ ടൈം ഇവിടെ തന്നെയായിരുന്നു, ഇന്നും ഇവിടെ തന്നെയാണ്. അതിന്റെ ലീവ് ആയതുകൊണ്ട് ഞായറാഴ്ച ഒരു തീർച്ചയായും അദ്ദേഹം 2 വർഷമായി ഇവിടെ എത്തിയിട്ട് ആ പൂരം അതൊരു വൈബ് തന്നെയാണ് എന്നാണ് ബാങ്ക് ഉദ്യോഗസ്ഥൻ കൂടിയാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ നിരവധി ആളുകളുണ്ട്, റിട്ടയർഡ് പോലീസുകാരുണ്ട് ഇത് ആസ്വദിക്കാൻ. അതായത് ഇത് ഡ്യൂട്ടി ചോദിച്ചു വാങ്ങുന്ന പോലീസുകാർ വരെയുണ്ട്. കണിമംഗലം ശാസ്താവിന്റെ വരവ് സ്ഥിരം ആ ഒരു സുരക്ഷ ഒരുക്കാൻ, അല്ലെങ്കിൽ ഈ ഡ്യൂട്ടി ചോദിച്ചു വാങ്ങുന്ന പോലീസുകാർ വരെയുണ്ട് എന്നാണ് പറയുന്നത്. അത്തരത്തിൽ പലതരത്തിലുള്ള ആളുകളാണ് പൂരത്തിന് ഇവിടെ എത്തിച്ചേരുന്നത്. ചിലർക്ക് വെടിക്കെട്ടിനോടാണ് കമ്പമെങ്കിൽ ചിലർക്ക് ആനക്കമ്പമായിരിക്കും. നേരത്തെ പറഞ്ഞതുപോലെ ഫാൻ ബൈസ് ഉള്ള തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ, ചെമ്പുക്കാവ് ഭഗവതിയുടെ തിടമ്പേറ്റി വരുന്നത് കാണാൻ വേണ്ടി നിരവധി ആളുകൾ അവിടെ തന്നെ കാത്തു നിൽക്കുന്നുണ്ട്. അല്ലെങ്കിൽ ആ ഒരു പൂരാവേശത്തിലേക്ക് കടക്കുന്ന സമയത്ത് അതൊരു വലിയ വൈബ് തന്നെയായിരിക്കും. നേരെ മറിച്ച് ഒരു ഭാഗത്ത് മേളപ്രേമികളുണ്ട്. അവർക്ക് മഠത്തിൽ വരവ് പഞ്ചവാദ്യം ആസ്വദിക്കണമെങ്കിൽ ബ്രഹ്മസ്വ മഠത്തിലേക്ക് പോയാൽ മതി. അതല്ല, ഇനി പാണ്ഡിമേളമാണ് ആസ്വദിക്കണമെങ്കിൽ ഇലഞ്ഞിത്തറയിലേക്ക് അവരെ തൃശ്ശൂർ സ്വാഗതം ചെയ്യും. അങ്ങനെ എല്ലാ അർത്ഥത്തിലും തൃശ്ശൂർ പൂരം അതിൻ്റെ വൈബോടെ കളറോടെ തന്നെ മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് ക്രിസ്റ്റീന ഇവിടെ കാണുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.